തൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള സിക്കന്ദർ കാ മുഖദ്ദറിൽ നീരജ് പാണ്ഡെ പുള്ളിയുടെ തന്നെ ബ്രാൻഡ് ഓഫ് ഫിലിംസിനെ ഒന്ന് റീഇൻവാൻറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. സ്പെഷ്യൽ ചബ്ബീസ്, എ വെനസ്ഡേ മുതലായ സിനിമകളിലൊക്കെയുള്ള കള്ളനും പോലീസും കളി ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മെലോഡ്രാമയുടെയും റൊമാൻസിൻ്റെയും ത്രില്ലിൻ്റെയും മിക്സിങ് അത്ര സുഖകരമായിട്ടല്ല ഈ സിനിമയിൽ നടക്കുന്നത്. സീനുകളുടെ സ്റ്റേജിങ്ങിലെ പോരായ്മകളും ക്രാഫ്റ്റിൻ്റെ അഭാവവും സിക്കന്ദർ കാ മുഖദ്ദറിനെ വളരെ ഡേറ്റഡ് ആയിട്ടുള്ള, ഈ പടം കാണുന്ന ഓഡിയൻസ് എത്രത്തോളം സിനിമകൾ കാണുന്നുണ്ട് എന്ന് അറിയാത്ത ഒരു സിനിമയാക്കി മാറ്റുന്നുണ്ട്. 15 വർഷം മുമ്പ് നടന്നൊരു കാര്യവും അതിൻ്റെ ഭാഗമായിരുന്നവരുടെ ഇന്നത്തെ അവസ്ഥയും തമ്മിൽ ഷട്ടിൽ ചെയ്യുന്ന രീതിയിലാണ് തിരക്കഥ ഇവിടെ കഥയെ അവതരിപ്പിക്കുന്നത്. ഷോപ്പുകൾക്കും മറ്റും വേണ്ടി കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തു കൊടുക്കുന്ന സിക്കന്ദർ എന്ന നമ്മുടെ കേന്ദ്ര കഥാപാത്രത്തെ ഓഫീസർ ജസ്വിന്ദർ സിംഗ് ഒരു ഡയമണ്ട് എക്സിബിഷൻ വെന്യൂവിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയാണ്. 50-60 കോടി രൂപ വിലയുള്ള ഡയമണ്ടുകൾ അവിടെ നിന്ന് മോഷണം പോയതിന് പിന്നിൽ സിക്കന്ദറും അവിടെ ഉണ്ടായിരുന്ന കാമിനി സിംഗും മങ്കേഷ് ദേശായിയും ആണെന്നായിരുന്നു ജസ്വിന്ദർ സിംഗിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ്. കളവ് പോയ ഡയമണ്ടുകൾ കണ്ടുപിടിക്കാനുള്ള ജസ്വിന്ദർ സിംഗിൻ്റെ പരിശ്രമങ്ങളും അയാളുടെ ഈ ഒരു ഊഹം കാരണം ഈ 3 പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് സിക്കന്ദർ കാ മുഖദ്ദറിൽ നമ്മൾ കാണുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന നീരജ് പാണ്ഡെ സിനിമകൾ കാണുമ്പോൾ ക്രിയേറ്റീവായിട്ട് പുതുമയൊന്നും കൊടുക്കാനില്ലാത്തതിൻ്റെ ഒരു കുറവ് മറച്ചു വെക്കാൻ വേണ്ടിയാണ് അദ്ദേഹം സിനിമകളുടെ പേസിങ് വല്ലാതെ കൂട്ടുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. സിക്കന്ദർ കാ മുഖദ്ദറിലും ഈ ഒരു പൊടിക്കൈ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ വളരെ മെലോഡ്രമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളും പൈങ്കിളി റൊമാൻസും പിന്നെ കള്ളനും പോലീസും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡയലോഗ് അടികളും എല്ലാം കൂടെ ഒരു പഴഞ്ചൻ ഫിലിമി ടെംപ്ലേറ്റിലേക്ക് സിനിമയെ മാറ്റുന്നുണ്ട്. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഫേക്ക് ആയിട്ടുള്ള എൻഡ് ക്രെഡിറ്റ്സ് ഒക്കെ കാണിച്ച് ഊപ്സ് എന്നൊക്കെ എഴുതി കാണിക്കുന്ന ട്വിസ്റ്റൊക്കെ നീരജ് പാണ്ഡെ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ഓഡിയൻസിനെ വളരെ അധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പോലെ തോന്നി. ജസ്വിന്ദർ സിംഗ് ആയിട്ട് വന്നിട്ടുള്ള ജിമ്മി ഷെർഗിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ സിനിമയിലെ മറ്റു താരങ്ങൾ ഡയലോഗിലെ ഡ്രാമ നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള വോയിസ് മോഡുലേഷൻ കണ്ടെത്താൻ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ജിമ്മി അത് വളരെ അനായാസം ക്രാക്ക് ചെയ്തു. കാക്കി എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിന് ശേഷം വീണ്ടും നീരജ് പാണ്ഡെയോടൊപ്പം ഒന്നിക്കുന്ന അവിനാഷ് തിവാരി ഈ കഥാപാത്രത്തിൻ്റെ പല ഇമോഷണൽ ലെവലുകളും അവതരിപ്പിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. ഏതാണ്ട് സിനിമ അവസാനിക്കുന്ന ഭാഗത്ത് എക്സ് ഗേൾഫ്രണ്ടിനെ കാണാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ഇമോഷനുകളുടെ ഒരു മിക്സാണ് ആ കഥാപാത്രം അവതരിപ്പിക്കേണ്ടത്. പക്ഷേ പുള്ളിയുടെ പ്രകടനം ആ സീനിൽ വളരെ കൺഫ്യൂസ്ഡ് ആയി തോന്നി. കാമിനി സിംഗ് ആയിട്ട് വന്നിട്ടുള്ള തമന്ന ഭാട്ടിയയ്ക്ക് കൺവെൻഷണൽ നായിക കഥാപാത്രത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് അപ്പുറത്തേക്കൊന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. ഒരു ലെങ്തി സിംഗിൾ ഷോട്ടിലൂടെ ആരംഭിച്ച് പ്രധാന ഇവൻറ്റിലേക്ക് എത്രയും പെട്ടെന്ന് കടക്കുന്ന ഒരു അപ്രോച്ചാണ് നീരജ് പാണ്ഡെ ഈ സിനിമയിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആ സീനിൻ്റെ ഒരു ചടുലത കാരണം നമ്മൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ ഇൻട്രസ്റ്റഡ് ആകുന്നുണ്ടെങ്കിലും ജസ്വിന്ദർ സിംഗ് കഥയിലേക്ക് വരുന്നതോടുകൂടി ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ തിരക്കഥ സ്റ്റക്കാവുകയാണ്. കഥാപാത്രങ്ങളുടെ പേഴ്സണൽ സ്റ്റോറി കാണിക്കുന്നതിലേക്കാണ് പിന്നെ സിനിമ പോകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനും കുറ്റാരോപിതനും തമ്മിലുള്ള ബന്ധം 15 വർഷം കൊണ്ട് എങ്ങനെ മാറും എന്ന് കാണിക്കുന്ന ഒരു ക്യാരക്ടർ സ്റ്റഡി ആകുമോ ഇത് എന്ന് വരെ ഞാൻ ഒരു ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു രീതിക്കൊന്നും ചിന്തിക്കാതെ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള പടം കാണുന്ന ആരും ചിന്തിക്കാൻ സാധ്യതയുള്ള ട്വിസ്റ്റിലേക്കാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ട്വിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്ന ബാക്ക് സ്റ്റോറികൾക്കും യാതൊരു തരത്തിലും നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കാൻ സാധിക്കുന്നില്ല. കുറ്റാരോപിതനും അന്വേഷണ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ എന്ന നിലയ്ക്ക് ആലോചിക്കുമ്പോൾ ഒരു വൺ ലൈനർ ആയിട്ട് ഈ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഒരു റെസിലിയൻ സ്റ്റോറി എന്ന നിലയിൽ ചിന്തിക്കാതെ പടം തുടങ്ങി 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ആരും ഊഹിക്കാൻ സാധ്യതയുള്ള അതേ ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് പ്രേക്ഷകനെ നിരാശപ്പെടുത്തുകയാണ് സിനിമ. കട്ട് വീഴാതെയുള്ള സ്റ്റഡി ക്യാം ഷോട്ടുകളും മോശം ഗ്രീൻ സ്ക്രീൻ ഷോട്ടുകളും സീനുകളുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ കാണുമ്പോൾ സ്പെഷ്യൽ ചബ്ബീസ് പോലെയുള്ള ഒരു വിഷ്വൽ ടെക്സ്ചർ നമുക്ക് കിട്ടും. പക്ഷേ അതിനപ്പുറം ഒരു ഹൈ ത്രില്ലർ എന്ന നിലയിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഒന്നും തന്നെ ഈ സിനിമയിലില്ല.